ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടുഡേ ഈസ് എ ഡേ ക്ലോസ് ടു അവർ ഹാർട്ട്സ്. എൻ്റെ അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണ് ഇന്ന്, ഹിസ് 60th ബർത്ത്ഡേ. ഇതൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നുമല്ല. വി ചൂസ് ടു കീപ് ഇറ്റ് കോസി, മീനിങ്ഫുൾ ആൻഡ് ജസ്റ്റ് വിത്തിൻ ദ ഫാമിലി. പിന്നെ ഈ ഓൾ ദ മാജിക് യു സീ ബിഹൈൻഡ് ദ ഡെക്കറേഷൻസ്, ദാറ്റ്സ് അസ്. നോ ഇവന്റ് ടീം അല്ല, പിന്നെ ജസ്റ്റ് ഡു ഇറ്റ് യുവർ സെൽഫ് സ്പിരിറ്റ് മാത്രം. ഇത് എൻ്റെ അച്ഛൻ, ദ ബർത്ത്ഡേ ബോയ് ഹിംസെൽഫ്. ദേ ജൂഡി, എൻ്റെ സ്വന്തം പപ്പറോണി പിസ്സ. ഇനി നമ്മുടെ യൂഷ്വൽ ഗ്രൂപ്പ് ഫോട്ടോ. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഇല്ലാതെ എങ്ങനെയാ? മെമ്മറി വേണ്ടേ? അപ്പൊ ഞാനും എൻ്റെ അമ്മയും അച്ഛൻ്റെ അടുത്ത് ആര് നിൽക്കുന്നില്ല അടിയാണ് ആ കാണുന്നത്. അപ്പൊ ജൂഡി സിറ്റാക്കിയേ. അപ്പൊ എല്ലാവർക്കും ചീസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോ ആരാണ് ആരെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈറ്റ് നോക്കിയാൽ മതി. സീരിയസ്ലി, വേറെ ഒന്നും ദൈവം തന്നില്ലെങ്കിലും ഹൈറ്റൊക്കെ ദൈവം വാരിക്കോരി തന്നിട്ടുണ്ട്. എനിക്കൊരു ബ്രദറാണ് ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് ബിഹൈൻഡ് ദ ക്യാമറ. ഇതാണ് നമ്മുടെ കുഞ്ഞി ഫാമിലി. നമ്മൾ രണ്ടാളും ആദ്യമായിട്ടാണ് കേട്ടോ പോപ്പർ ഓട്ടിക്കുന്നത്. സംഭവം കലക്കി. എന്തായാലും പാവന്റെ ജൂഡി പേടിച്ചു. ഒരു പടക്കം പോലും പേടിയില്ലാത്ത ആളാ. പക്ഷെ പേടിക്കണ്ട, ഷീസ് ഓക്കെ, ചില്ലാണ്. ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കോ ഇൻ പട്നയിലോട്ട് പോയി. ഇതാണ് ആർക്കോ. ഇറ്റ്സ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്, നിയർ തൃക്കരിപ്പൂർ, അല്ലെങ്കിൽ ചെറുവത്തൂരിൻ്റെ അടുത്തെന്നും പറയാം. എൻ്റെ വീട് നീലേശ്വരത്താണ്. അപ്പോൾ ഇവിടുന്ന് ആർക്കോ ഭയങ്കര അടുത്താണ്. ഇനി റെസ്റ്റ് ഓഫ് ദ ഡേ വി ആർ ഹാങ്ങിങ് ഔട്ട് ഹിയർ. ടൈം ടു സ്വിച്ച് ടു ചിൽ മോഡ്. ഇവിടെ വേറെയും 2 വലിയ ഹാൾ ഉണ്ട് കേട്ടോ, ഫോർ ഓർഗനൈസിങ് ഗ്രാൻഡ് ഫങ്ഷൻസ് ലൈക്ക് എൻഗേജ്മെന്റ് സെറിമണി. അതിൽ ഒരു ഹോളാണ് ഈ സൈഡിൽ കാണുന്ന ഈ കപ്പൽ പോലത്തെ ബിൽഡിങ്. പിന്നെ ദിസ് പ്ലേസ് ഈസ് ആർട്ടിഫിഷ്യലി ബിൽഡ് ആൻഡ് ഇറ്റ് ഈസ് സൂപ്പർ ഫോട്ടോജനിക് ഓൾസോ. നമ്മൾ ഈ സ്പേസ് 2-3 ഡേയ്സ് മുന്നേ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പാക്കേജ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഫോർ 8 ആൾക്കാർക്ക് നമുക്കൊരു ചെറിയ സ്പേസ് ആവശ്യമുണ്ടായിരുന്നു. അത് ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഹാപ്പി ആയിരുന്നു ഈ സ്പേസ് കണ്ടിട്ട്. പിന്നെ ഈ പാക്കേജ് ഇൻക്ലൂഡ്സ് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ലഞ്ച്, പിന്നെ നമ്മൾ സീ ഫുഡാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ആയേക്കാം. പിന്നെ ഡെസേർട്ടും പിന്നെ ഈ ഒരു സ്പേസും അവർ പ്രൈവറ്റ് ആക്കി തരും. അതുപോലെ തന്നെ പൂളും പ്രൈവറ്റ് ആക്കി തരും. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. കോട്ടേജസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ നോർമൽ വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ, അവർക്ക് ഡയറക്റ്റ് വന്നാൽ മാത്രം മതി ടിക്കറ്റ് എടുത്തിട്ട്. അതുപോലെ പാർട്ടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പാഡൽ ബോട്ടിംഗ് ആണ് ചെയ്യാൻ വന്നേ. മൺസൂൺ റെഡ് അലേർട്ടൊക്കെ കഴിഞ്ഞ് മഴ ഒന്ന് നിന്ന ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നല്ല ചൂടും ഉണ്ടായിരുന്നു. മഴ പെയ്താൽ പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം കൊളായനെ. അമ്മക്ക് ഈ വെള്ളം കണ്ടിട്ട് കായലാണ് ഓർമ്മ വന്നത്. എന്നിട്ടൊരു പാട്ടും. എൻ്റെ അമ്മ ഭയങ്കര ഫണ്ണിയാണ്. അതുപോലെ ദേഷ്യം വന്നാൽ തീർന്ന് പിന്നെ ഡ്രാക്കുള മോഡായിരിക്കും. അപ്പോൾ ചോദിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണോന്ന്. അതെ, ഒരു മാറ്റവും ഇല്ല, ഇപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്നെ ഇപ്പോഴും ചൂല് വെച്ചടിക്കും അമ്മ. എന്നാൽ എൻ്റെ മറ്റേ അമ്മയോ, ഇപ്പോൾ ഈവൻ ഇൻ ദിസ് കാം ബോട്ടിങ് എൻ്റെ അമ്മ ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ടാവും ഒന്നും പറ്റാണ്ടിരിക്കാൻ. ടെൻഷൻ്റെ ആളാണേ. എന്തായാലും ഗുരുവായൂരപ്പൻ രക്ഷിച്ചു, നമ്മൾക്കൊന്നും പറ്റിയില്ല. നമ്മൾ പിന്നെ ഈ കോട്ടേജിന്റെ ചുറ്റും പാഡൽ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ഡാഷിംഗ് കാറിൽ കയറാൻ പോയി.
ഈ ഡാഷിംഗ് കാർ അടിപൊളിയാണേ. നമ്മളെല്ലാവരും നല്ല അടിപൊളിയായി കളിച്ചു. അൺടിൽ ദി ഐക്കോണിക് മൂമെന്റ് ക്ലാസിക് അമ്മമാരുടെ ടേൺ ആയി. എൻ്റെ അമ്മ ടേൺ ദി ഹോൾ ഡാഷിംഗ് കാർ മൂവ്മെന്റ് ഇൻടു ബ്രേക്ക് എവിടെ, പിന്നെ വട്ടം കറങ്ങിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് വരെ ചിരിച്ചു മരിച്ചു. അവസാനം ശരണ വിളിച്ച് അമ്മ ഇറങ്ങിപ്പോയി. അപ്പോൾ അടുത്തതായി നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയി. കപ്പൊന്നും ഇല്ല കേട്ടോ. ചളി. ഇവിടെ നമുക്ക് അവർ കുറച്ച് കോയിൻസ് ഒക്കെ തരും. നമുക്ക് അത് വെച്ചിട്ട് ഇതിനുള്ള ഗെയിംസ് ഒക്കെ കളിക്കാനൊക്കെ പറ്റും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോഴേക്കും അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് സീ ഫുഡ് പ്ലാറ്ററാണ്. പിന്നെ കൂടെ നമുക്ക് ഡെസേർട്ടും അവർ തന്നു. ഫലൂഡയായിരുന്നു ഡെസേർട്ടിന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയി. ഇനി ഇവിടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോപ്പിലൂടെ നമ്മൾ വാക്ക് ചെയ്യില്ലേ, അതും പിന്നെ സ്കൈ സൈക്ലിങ്ങും പിന്നെ സിപ്പ് ലൈനും ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. എനിക്കത് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഈ ഫുൾ ആക്ടിവിറ്റീസ്. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫിഷ് പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ. ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇക്ലി ആയിട്ട് കഴിയുന്നുണ്ടായില്ല. These little guys are called Gara Rufa അല്ലെങ്കിൽ ഡോക്ടർ ഫിഷ്. They feed on the dead skin from your feet. It's like a natural exfoliation. ഇതൊക്കെ കഴിഞ്ഞിട്ട് അർണേട്ടും ചിത്തോട്ടനും ചൂടെടുക്കാൻ തുടങ്ങിയതുകൊണ്ട് അവർ നേരെ പൂളിൽ കളിക്കാൻ വേണ്ടി പോയി. ഞാനും 2 അമ്മമാരും കൂടെ ഇവരുടെ ഇവിടുത്തെ ഒരു പെറ്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും പോയി. ഇതാണ് അവരുടെ പെറ്റ്സ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഇതിനൊന്നും എൻ്റെ ലൈഫിൽ ഇതിനു മുന്നേ തൊട്ടിട്ട് പോലുമില്ല. എല്ലാത്തിനെയും ഞാൻ ആദ്യമായിട്ട് തൊടുന്ന എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട് കേട്ടോ. ലൈക്ക് ഐ വാസ് സോ ഹാപ്പി. പാമ്പിനൊക്കെ ഞാൻ തൊടുന്നത് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. So that's all we did for the day. Celebrations ആയി, fun ആയി and lots of laughter at Arco. നല്ല രസമുണ്ടായി. And now it's time to head back home. But wait, before we go, meet our very important family member, അപ്പു. ഇപ്രാൾക്ക് ബലൂൺ ഭയങ്കര പേടിയാണേ. Like legit scared. One balloon and he is out of the room faster than we say happy birthday. After the party, we burst just 2 or 3 balloons and suddenly he is back to normal like anything happened. Like അവൻ്റെ പേടിയേ പോയി. ഡെക്കറേഷൻ എടുത്തിപ്പോൾ ഓടാ. അപ്പു ഇപ്പോൾ ആ ഡെക്കറേഷൻസ് ഒക്കെ എടുത്തപ്പോൾ ടിപ്പുവിന് കൊടുത്തിട്ട് ടിപ്പുവിനെ കളിക്കാൻ വിളിക്കുക. Tippu is our senior citizen. He is 15 years old and still walks around like he owns the place. Still strong, still sassy. So let them enjoy their pet party now and we'll see you next time. Bye. Take care. Signing off, Arya.